ഇന്ന് ജനുവരി 19. 1990 ജനുവരിയുടെ തണുത്തു മരവിച്ച ദിനങ്ങൾ കാശ്മീരി പണ്ഡിറ്റുകൾ ഒരിക്കലും മറക്കില്ല. അതവരുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അവരുടെ കൂട്ടക്കൊലയുടെ, കൂട്ടപ്പലായനത്തിന്റെ, അവരുടെ മണ്ണും പെണ്ണും ഇസ്ലാമിക ഭീകരവാദികൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവർ ഓടി രക്ഷപ്പെട്ടതിൻ്റെയും ചോരച്ചാലുകൾ നീന്തിക്കടന്നതിൻ്റെയും അവരുടെ ബന്ധുക്കളെല്ലാം കൊല ചെയ്യപ്പെട്ടതിൻ്റെയും ഓർമ്മകളാണ് 1990 ജനുവരി 19 അല്ലെങ്കിൽ ജനുവരി മാസം എന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഒരു മുദ്രാവാക്യം ഓർമ്മിപ്പിക്കുകയാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ജാഥയിൽ, പ്രകടനത്തിൽ ഇവിടെ ഉയർത്തിയ ആ മുദ്രാവാക്യം ഇങ്ങനെയായിരുന്നു: അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, വരുന്നുണ്ടട വരുന്നുണ്ട് നിന്റെയൊക്കെ കാലന്മാർ, മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം, മര്യാദയ്ക്ക് 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 ജീവിച്ചോ, മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം ആസാദി, മര്യാദയ്ക്ക് 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 ജീവിച്ചോ, മര്യാദയ്ക്ക് ജീവിച്ചില്ലേൽ നമുക്കറിയാം ആസാദി. എന്താണ് ഈ ആസാദി? അതാണ് നാം കാശ്മീരിൽ കണ്ടത്. 1990 ജനുവരിയിൽ അല്ലെങ്കിൽ 1989 മുതൽ അവിടെ കാശ്മീരിൽ റലീവ് ഗലീവ് യാ ചലീവ് എന്നൊരു മുദ്രാവാക്യം അവർ അന്ന് ഉയർത്തിയിരുന്നു. ഒന്നുകിൽ ആ നാട് വിട്ടുപോവുക, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ കൂടി മതം മാറുക, അല്ലെങ്കിൽ കൊല്ലപ്പെടുക, മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. റലീവ് ഗലീവ് യാ ചലീവ് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ശരീഅത്ത് നിയമം ഉള്ള ഒരു പ്രദേശത്തിന് വേണ്ടിയായിരുന്നു അന്ന് JKLF രൂപീകരിക്കപ്പെട്ടതും അവർ ആ കൊലപാതകങ്ങളും വംശഹത്യയും അന്ന് നടത്തിയതും. ഇതിനു മുമ്പും ഔറംഗസേബിന്റെ, മുഗളന്മാരുടെ കാലത്തും ഇതേ കാര്യങ്ങൾ ഭാരതത്തിൽ സംഭവിച്ചിരുന്നു. അന്ന് സിഖ് ഗുരുവായ തേഗ് ബഹാദൂറിനെയായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകൾ സമീപിച്ചിരുന്നത്. രാം പ്രസാദ് എന്ന ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ 500ഓളം കാശ്മീരി പണ്ഡിറ്റുകളുടെ ഒരു സംഘം ഗുരു തേഗ് ബഹാദൂറിനെ സമീപിക്കുകയും ഈ പീഡനങ്ങളെക്കുറിച്ച്, മതം മാറ്റത്തിന് വേണ്ടിയുള്ള പീഡനങ്ങളെക്കുറിച്ച് ഗുരുവിനോട് പറയുകയും ചെയ്തു. അന്ന് ഗുരു തേഗ് ബഹാദൂർ പറഞ്ഞു, ഒരു മഹാത്മാവിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ഒരു മഹാത്മാവ് ത്യാഗം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു, അങ്ങല്ലാതെ മറ്റാരാണ് സഹായിക്കുകയെന്ന്. അപ്പോഴാണ് തേഗ് ബഹാദൂർ ഈ കാശ്മീരി പണ്ഡിറ്റുകളോട് പറയുന്നത്, എങ്കിൽ നിങ്ങൾ പോയി ഔറംഗസേബിനോട് പറയൂ, ഞങ്ങളുടെ ഗുരു മതം മാറിയാൽ ഞങ്ങളും മതം മാറാം എന്ന് പറയൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അത് ഔറംഗസേബിനെ അറിയിക്കുകയാണ്. അപ്പോൾ തന്നെ ഗുരുവിന് ഉറപ്പാണല്ലോ ഇത്, ഞാൻ എൻ്റെ ധർമ്മം വിടുകയില്ല, എന്തൊക്കെ പീഡനം ഞാൻ അനുഭവിച്ചാലും എൻ്റെ ധർമ്മം വിടുകയില്ല എന്നുള്ള ഉറപ്പിൻ്റെ മേൽ അന്ന് ഗുരു ആ ത്യാഗം ഏറ്റെടുത്തു. അങ്ങനെ ഈ ഗുരുവിനെ ഔറംഗസേബിൻ്റെ ഭടന്മാർ വന്ന് തടവിലാക്കി ഡൽഹിക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് 3 ശിഷ്യന്മാർ ഒപ്പമുണ്ടായിരുന്നു. മദീദാസ്, സതീദാസ്, ദയാൽ എന്നൊക്കെ പറഞ്ഞ് ആ ശിഷ്യന്മാരെയൊക്കെയും ഈ ഗുരു തേഗ് ബഹാദൂറിന്റെ മുന്നിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ച് വധിച്ചു. അപ്പോഴൊക്കെയും അദ്ദേഹം അഗാധമായ ധ്യാനത്തിലായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തെയും നിരന്തരം ഈ ഭടന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ ആൾക്കാർ ഇങ്ങനെ മതമാറ്റത്തിന് വേണ്ടി നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അദ്ദേഹം നിരന്തരം അദ്ദേഹം നിരന്തരം നിരസിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവസാനം അദ്ദേഹത്തെയും ക്രൂരമായി പീഡിപ്പിച്ച് ശിരച്ഛേദം ചെയ്തു. അങ്ങനെ ഈ ഗുരു മതം മാറാത്തതിനാൽ അന്ന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഒരു ആശ്വാസം ലഭിച്ചിരിക്കാം. എന്നിട്ടും അവർ രക്ഷപ്പെട്ടു. പിന്നീടുള്ള മതേതര ഇന്ത്യയെ, മതേതര ഗവൺമെന്റിനെ, കോൺഗ്രസിനെ, നെഹ്റുവിനെ ഒക്കെ വിശ്വസിച്ചതിന് എന്താണ് പിന്നീട് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ലഭിച്ചത്? ആ 1990 ജനുവരിയെക്കുറിച്ചാണ്, ആ ജനുവരി 19 കുറിച്ചാണ് എൻ്റെ സുഹൃത്ത് പ്രേം ശൈലേഷ് എഴുതിയിരിക്കുന്നത്. അത് ഞാനൊന്ന് വായിക്കാം. 1990 ജനുവരി 19. കശ്മീരിലെ നിശബ്ദമായ തെരുവുകളിൽ അന്ന് ശബ്ദിച്ചിരുന്ന തീവ്രവാദികളുടെ കലാഷ്നിക്കാവോ തോക്കുകൾ മാത്രമായിരുന്നു. വാതിലിലെ
താഴുകൾ പൂട്ടി അകത്ത് പരിഭ്രമിച്ചിരുന്ന കശ്മീരിലെ ഹിന്ദുക്കൾക്ക് അന്ന് മുഴുവൻ ടേപ്പ് റെക്കോർഡ് ചെയ്ത പോലെ കശ്മീരിലെ മസ്ജിദുകളിൽ നിന്ന് കേൾക്കേണ്ടി വന്നത് 3 കാര്യങ്ങളായിരുന്നു. ഒരു താക്കീത് പോലെ ഇന്നും അവരുടെ ഹൃദയം മരവിപ്പിക്കുന്ന 3 കാര്യങ്ങൾ. കശ്മീർ മേ അഗർ രഹന ഹെ അല്ലാഹോ അക്ബർ കഹന ഹെ. കശ്മീരിൽ ജീവിക്കണമെങ്കിൽ അല്ലാഹുവിന് സ്തുതി പറയണം. യഹാം ക്യാ ചലേഗ നിസാമി മുസ്തഫ. എന്താണ് നമുക്ക് വേണ്ടത്? ശരിയ. അസീഗച്ചി പാകിസ്ഥാൻ ബർത്താവോ റോസ്തെ ബർത്താനെ സാൻ. ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണം, ഹിന്ദു സ്ത്രീകളോടൊപ്പം അവരുടെ പുരുഷന്മാർ സ്ഥലം വിട്ടുകൊള്ളുക. 1989 JKLF ആദ്യ ആക്രമണം നടപ്പിലാക്കിയത് BJP ദേശീയ സമിതി അംഗമായ പണ്ഡിറ്റ് ടിക്കാലാലിനെ കൊലപ്പെടുത്തിയാണ്. അതിനുശേഷം നടന്ന ആക്രമണങ്ങളുടെയും ലക്ഷ്യം ജനുവരി 19 ആയിരുന്നു. പേടിച്ചരണ്ട പണ്ഡിറ്റുകൾ അടുത്ത ലക്ഷ്യം തങ്ങളായേക്കുമോ എന്ന ഭയത്തിൽ നാടുവിടാൻ തുടങ്ങി. ഭീതി പടർത്തുന്ന ആ സായാഹ്നങ്ങളിൽ ആർമി ക്യാമ്പിൽ നിന്ന് അച്ഛനോടൊപ്പം വീട്ടിലേക്ക് ആരും അറിയാതെ വന്ന പിൽക്കാലത്ത് ഹിന്ദു പത്രത്തിന്റെ ലേഖകനൊക്കെയായ അവർ മൂൺ ഹാസ് ബ്ലഡി ക്ലൗഡ്സ് എന്ന കശ്മീരിലെ ഹിന്ദു കൂട്ടക്കൊലകളുടെ ചരിത്രമേ എഴുതിയ രാഹുൽ പണ്ഡിത ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻവശത്തായി ആരുടെയൊക്കെയോ ചിരി കേട്ടിട്ടായിരുന്നു രാഹുലിന്റെ അച്ഛനും രാഹുലും അങ്ങോട്ടേക്ക് കാതോർത്തത്. അപ്പോഴേക്കും അയൽവാസികളും സുഹൃത്തുക്കളും താഴ്വര വിട്ടിരുന്നു. എന്തിന്, ആ തെരുവിലെ സകല ഹിന്ദുക്കളും കശ്മീർ താഴ്വര വിട്ട് പലായനം ചെയ്തിരുന്നു. ശബ്ദമുണ്ടാക്കാതെ അവർ ചിരികേട്ട ദിശയിലേക്ക് സൂക്ഷിച്ചു നോക്കി. തന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ ഉണ്ടായിരുന്ന ഏതാനും ചില ചേട്ടന്മാരുടെ സംഘമാണ് അതെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു. അതിലൊരുവൻ ആഹ്ലാദത്തോടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, നമുക്ക് ഈ വീടുകൾ പങ്കുവയ്ക്കാം. അക്രം, നിനക്ക് ഈ വീടുകളിൽ ഏത് വീടാണ് വേണ്ടത്? അക്രം അതിലൊരു വീട് ചൂണ്ടിക്കാട്ടി. തന്തയില്ലാത്തവനെ, നിനക്കെങ്ങനെ തോന്നി അവരുടെ മകളുമൊത്ത് അവിടെ കഴിയാമെന്ന് ചോദ്യം ചോദിച്ചവൻ പരിഹാസ രൂപത്തിൽ കളിയാക്കി. കൂട്ടച്ചിരികൾക്ക് നടുവിൽ അക്രം ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്ന പോലെ അഭിനയിച്ചു. ശേഷം സംഘത്തലവനെന്ന് തോന്നിച്ചിരുന്ന ഖോജയോട് ചോദിച്ചു, നിനക്ക് ഏത് വീടാണ് വേണ്ടത്? ഖോജ ചൂണ്ടിക്കാണിച്ചത് താൻ രഹസ്യമായി ഒളിച്ചിരിക്കുന്ന അധ്വാനിച്ചുണ്ടാക്കിയ വീടിനെയാണെന്ന് തിരിച്ചറിഞ്ഞ രാഹുലിന്റെ അച്ഛൻ തകർന്നുപോയി. അദ്ദേഹത്തിന്റെ മുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. വിറയാർന്ന ചുണ്ടുകളോടെ അദ്ദേഹം രാഹുലിനോട് പറഞ്ഞു, നമുക്കിനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ഏതാണ്ട് 300-ൽ കൂടുതൽ ഹിന്ദുക്കളാണ് 1990 ജനുവരി 19 ആരംഭിച്ച കൂട്ടക്കൊലയിൽ കൊല ചെയ്യപ്പെട്ടത്. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റെന്ന് ഇന്നും ആർക്കും അറിയില്ല. കശ്മീരിലെ ഹിന്ദുക്കളുടെ അവസ്ഥ പഠിക്കാനായി എത്തിയ സർവകക്ഷി സംഘത്തിനെ നയിച്ചിരുന്നത് രാജീവ് ഗാന്ധിയായിരുന്നു. വീടും കുടിയും കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട കാശ്മീരി ഹിന്ദുക്കളുടെ നാട്ടിൽ ആ മനുഷ്യൻ കണ്ട ഏറ്റവും വലിയ പ്രശ്നം ഗവർണറുടെ ഇടതുവശത്ത് ഉപപ്രധാനമന്ത്രി ദേവിലാലിനെ ഇരുത്തിയെന്നും ഗവർണർ എയർപോർട്ടിൽ ഉപപ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എത്തിയില്ല എന്നുമൊക്കെയാണ്. രാജീവ് അത്തരം പരാതികളിൽ മുഴുകിയെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂടിയായ ഹർകിഷൻ സിംഗ് സൂർജിത്ത് ഐസി ബാത്തി ചൽത്തി രഹത്തി ഹെ ഇങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട് എന്നാണ് അതിനെ നിസ്സാരവൽക്കരിച്ചു കളഞ്ഞത്. ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ജനുവരി 19 എന്ന തീയതി മതേതര ഭീകരവാദികൾ മറന്നാലും അല്പം മനുഷ്യത്വം ബാക്കിയുള്ള ഉള്ളിൽക്കുത്തു തോന്നുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും മറക്കാൻ പാടില്ല. സ്വന്തം നാട്ടിൽ നിന്ന് മതത്തിന്റെ പേരിൽ മാത്രം നിഷ്കാസിതരായി ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായി ഇന്ദ്രപ്രസ്ഥത്തിലെ ന്യൂനപക്ഷ പ്രീണനക്കാരായ രാഷ്ട്രീയക്കാരുടെ 500 രൂപയും അരിയും എന്ന പിച്ച വാങ്ങിച്ച് ജീവിക്കേണ്ടി വന്നവരാണ് ഈ രാഷ്ട്രത്തിലെ ഹിന്ദുക്കളെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് അത്. ഇങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പ്രേം ശൈലേഷ് എഴുതുന്നത്. ഈ അവസ്ഥയിലെത്തിയ കാശ്മീരി പണ്ഡിറ്റുകളെ അന്ന് സഹായിച്ചത് ഈ പറഞ്ഞ ഗവർണർ ശ്രീ ജഗ്മോഹൻ മാത്രമായിരുന്നു. അവിടെ നിന്ന് കാശ്മീരി പണ്ഡിറ്റുകൾക്ക് പലായനം ചെയ്യാനുള്ള സഹായങ്ങൾ, യാത്ര ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ആ ഒരു ഗവർണർ മാത്രമായിരുന്നു അത്രേ. സ്റ്റേറ്റ് ഗവൺമെന്റോ സെൻട്രൽ ഗവൺമെന്റോ ആരും സഹായിച്ചില്ല. ഇന്നിപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു ആസ്ഥാന കെട്ടിടം വന്നിട്ടുണ്ടല്ലോ, ഇന്ദിരാഭവൻ എന്നോ മറ്റോ പേരുള്ള. അവിടെ ഈ ചരിത്രങ്ങൾ കൂടി, സിഖ് കൂട്ടക്കൊലയുടെ, പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയുടെ ചരിത്രം കൂടി എഴുതി ചേർക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അതുമൊക്കെയും ഈ കോൺഗ്രസിന്റെ മതേതരത്വത്തിന്റെ സംഭാവനയാണ്, നെഹ്റു കുടുംബത്തിന്റെ സംഭാവനയാണ്. ഇതൊക്കെയും ആ ചരിത്രത്തിൽ എഴുതി ചേർക്കണം. അന്ന് ആ ഗവർണർ സഹായിച്ചതുകൊണ്ട് അവർ ഡൽഹിയിലെ ചേരികളിൽ എത്തിപ്പെട്ടു. അവിടെയും ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. അവർ ഭാരതം മുഴുവനും സഹായത്തിനായി കേണു നടന്നു. അവർ ചെയ്ത തെറ്റ് മതേതര ഗവൺമെന്റിനെ വിശ്വസിച്ചു, കോൺഗ്രസിനെ വിശ്വസിച്ചു എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ അവർക്ക് സഹായം കൊടുത്ത മറ്റൊരു മനുഷ്യൻ ബാൽ താക്കറെ എന്ന ആ മഹാമനുഷ്യൻ മാത്രമായിരുന്നു. അദ്ദേഹം ചോദിച്ചു എന്ത് സഹായമാണ് വേണ്ടത് എന്ന്. അവർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കണം,
അങ്ങനെ അവർക്ക് വേണ്ടി ക്വാട്ട നൽകി. അതുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. അവരിൽ പലരും ഇന്നും ജോലി ചെയ്യുന്നത്, ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചത് ഒക്കെയും ബാൽ താക്കറെ എന്ന മനുഷ്യന്റെ ഔദാര്യം കൊണ്ടാണ്. ഇങ്ങനെ അന്ന് 1990കളിൽ ഈ കാശ്മീരി പണ്ഡിറ്റുകൾ അനുഭവിച്ച യാതനകളുടെ, പീഡനങ്ങളുടെ ആ ചരിത്രം നാം മറന്നുകൂടാ. നാം എത്രയോ കാലങ്ങളായി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് എതിരിടാനുള്ളത്, നേരിടാനുള്ളത് കപട മതേതരത്വം പറയുന്നവരെയാണ്. അതൊരിക്കലും മറക്കരുത്, ഒരിക്കലും മറന്നുകൂടാ.